വിമാനത്താവളങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും റിനു ശ്രീധറും കൊച്ചിയിൽ നിന്നും ലിഡിയ ജേക്കബ് ചേരുന്നു. ആദ്യം റിനുവിലേക്ക് പോകുന്നു. റിനു, ഇന്നലെ രാത്രി കാര്യമറിയാതെ അങ്ങോട്ടേക്ക് എത്തി അവിടെ പെട്ടുപോയ കുറേയധികം മനുഷ്യരെ നമ്മൾ കണ്ടു. ഇന്നെന്തായാലും സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതുകൊണ്ട് വിമാനത്താവളങ്ങളിൽ ആൾക്കാർ എന്താണ് പെട്ടുപോകുന്ന സാഹചര്യം ഇല്ലെന്ന് തോന്നുന്നു റിനു, അല്ലേ? ഹാഷ്മി, ഇന്നലെ ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയവരെല്ലാം തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പെട്ടുപോയൊരു അവസ്ഥയാണ്. പക്ഷേ ഇന്ന് ശൂന്യമാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, യാത്രക്കാരും തന്നെ ഇല്ല. വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ പ്രവേശന കവാടമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് എയർപോർട്ട് അധികൃതർ. തിരുവനന്തപുരത്ത് എത്തേണ്ട 19 വിമാനങ്ങളാണ് ഇന്നിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടുന്ന 18 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ആകെ 37 വിമാനങ്ങളാണ് ഇന്നലെ മുതൽ ഈ സമയം വരെയുള്ള സമയങ്ങളിൽ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 11 വിമാനങ്ങളും ഇന്നിപ്പോൾ 26 വിമാനങ്ങളും സർവീസുകൾ റദ്ദാക്കി എന്നുള്ളതാണ്. വിദേശത്തൊക്കെ പോകേണ്ടുന്ന നിരവധി പേർ ഇവിടെ എത്തി തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടതും. ഇന്ന് രാവിലെ മാലിയിലേക്കുള്ള വിമാനങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ശൂന്യമാണ്, ആരും തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ കുവൈറ്റ് എയർവേസിൻ്റെയും എയർ അറേബ്യയുടെയും ഒക്കെ തന്നെ ഖത്തർ എയർവേസിൻ്റെയും അതുപോലെ തന്നെ ഗൾഫ് എയർ ഇത്തിഹാദിൻ്റെയും ഒക്കെ തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹെൽപ്പ് ഡെസ്കിൽ പോലും ആരും എത്തുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരികെ പണം നൽകുന്നതുമായി റീഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. നിലവിൽ വ്യക്തിപരമായിട്ടുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഇമെയിലുകൾ സന്ദേശം എത്തും. അതനുസരിച്ച് റീഷെഡ്യൂളോ അല്ലെങ്കിൽ റീഫണ്ടിങ്ങോ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതെങ്കിലും ഏജന്റ് മുഖേന അല്ലെങ്കിൽ ഏജൻസി മുഖേന ചെയ്തിരിക്കുന്നവർക്ക് അവിടെ നിന്ന് ഈ റീഫണ്ട് കളക്ട് ചെയ്യുക. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എയർപോർട്ട് അതോറിറ്റി പണം നൽകുമെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഒരു വിമാനങ്ങളും നിലവിൽ ഇന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഈ യാത്രക്കാർ ആരും തന്നെ വിമാനത്താവളത്തിലേക്ക് ഈ സമയത്ത് എത്തിയിട്ടുമില്ല. ഹാഷ്മി, കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ലിഡിയ ജേക്കബ് കൂടി ചെയ്യുന്നു. ലിഡിയ, എന്താണ് കൊച്ചിയിലെ സാഹചര്യം? ഇന്ന് എത്രത്തോളം സർവീസുകൾ റദ്ദാക്കി? ഇതെപ്പോൾ ബാക്ക് ടു നോർമൽ ആകും എന്നെന്തെങ്കിലും സൂചനയുണ്ടോ ലിഡിയ? വിമാന സർവീസുകൾ ഹാഷ്മി, എപ്പോഴത് തിരിച്ച് നോർമൽ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നതിനെ സംബന്ധിച്ച് വലിയ അനിശ്ചിതാവസ്ഥയാണ് തുടരുന്നത്. എന്തായാലും സാധാരണഗതിയിൽ വലിയ തിരക്കുള്ള ഒരു വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, വളരെ കുറച്ച് ഫ്ലൈറ്റുകൾ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ മസ്കത്തിലേക്കും ജിദ്ദയിലേക്കുമുള്ള ഫ്ലൈറ്റുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ബാക്കി ഒരിടത്തേക്കുമുള്ള ഫ്ലൈറ്റുകൾ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.